മാന്യ പ്രേക്ഷകർക്ക് JB ജംഗ്ഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം. കൊച്ചിൻ കലാഭവനിൽ ഞാനും അൻസാറും ലാലും ഒക്കെ മിമിക്രി എന്ന കലയിലൂടെയാണ് മലയാള സിനിമയിൽ എത്തിയത്. 1990 ഞാനും ദിലീപ് നാവിർസ. നിങ്ങൾ ഈ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മിയും ദുഷ്ടനും ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. 4 കുപ്പി കള്ളുമോന്തി 4 അണക്കി ചക്കരയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ. നമസ്കാരം, ഞാൻ പ്രഭാത് മാമ്പ്ര. എളിയ ഒരു മിമിക്രി കലാകാരനാണ്. ഞാനിന്നിവിടെ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് സലീം കുമാറിൻ്റെ വ്യത്യസ്തമായ 2 ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഇങ്ങനെയാണ്. അറിയാം, അയാം അതൊക്കെ 3 കാണാറുള്ള ലുക്കില്ലെന്നുള്ളൂ. ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും കഥ ഈ ചേക്കിലെ ഓരോ മയിൽ കുട്ടികൾക്കുള്ള സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ IPC 301 വകുപ്പ് പ്രകാരം തൊപ്പി പോണ വഴി കാണുള്ള സാറേ ഡോണ്ടു. അദ്ദേഹത്തിൻ്റെ റിയൽ ശബ്ദമാണ് ഈ കോമഡി സ്റ്റാർസ് അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ റിയൽ ജഡ്ജ്മെന്റ് വോയിസ്. 1990 ഞാനും ദിലീപ് നാവിർസ ഞങ്ങൾ 3 പേരും തിരുവനന്തപുരത്ത് കിഴക്കക്കോട്ടിൽ ബസ് ഇറങ്ങി അവിടെ നിന്ന് പുളിയറക്കോണത്തുള്ള സ്റ്റുഡിയോയിലെത്തി. അന്ന് ഞങ്ങൾ 3 പേരും ചെയ്തൊരു സ്കിറ്റാണിത്. അപ്പോൾ ഒരു മത്സരത്തിന് വരുമ്പോൾ ഒരു നല്ല ഐറ്റായിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കൈരളി ചാനലിലെ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായ JB ജംഗ്ഷൻ അവതരിപ്പിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ ശബ്ദമാണ്. മാന്യ പ്രേക്ഷകർക്ക് JB ജംഗ്ഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്നത്തെ വിശിഷ്ട വ്യക്തി വേറെ ആരുമല്ല, ചാലക്കുടിയിൽ നിന്നും കൊച്ചിൻ കലാഭവനിലെത്തി മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാലക്കുടിക്കാരൻ ചങ്ങാതി കലാഭവൻ മണിയാണ്. മണി, എന്താണ് സംഭവിച്ചത്? അടുത്തത് മലയാള മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമകളിലെത്തി നിരവധി ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ ശബ്ദമാണ്. കൊച്ചിൻ കലാഭവനിൽ ഞാനും അൻസാറും ലാലും ഒക്കെ മിമിക്രി എന്ന കലയിലൂടെയാണ് മലയാള സിനിമയിൽ എത്തിയത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ മിമിക്രി കലാകാരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തിയ ഹാസ്യതാരം ബിജിക്കുട്ടന്റെ ശബ്ദം. അടുത്തത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ ശബ്ദമാണ്. അദ്ദേഹം എല്ലാ സിനിമയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലനായ നടേശൻ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം. നിങ്ങൾ ഈ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മിയും ദുഷ്ടനും ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനക്കറിയോ, വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ട ഞാൻ ഇതുവരെ എത്തിയത്. ഇപ്പം പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ബിസിനസ്സുണ്ട്. CA മോഹൻദാസ് എന്നെ മെക്കെട്ടേറാൻ വന്നപ്പോഴാ ഞാൻ അവനെ കൊന്നേ. അതിനെതിരെ താനങ്ങാ സാക്ഷി പറയാൻ പോയാ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടഞ്ഞെഴുകുമ്പോൾ നിൻ്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് 2 കുപ്പിക്കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. നടേശൻ കൊല്ലു എന്ന് പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും. വാടാ. നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നാടൻ പാട്ടിനെ ജനകീയമാക്കിയ ആളാണ് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ. ഇതാ മണിച്ചേട്ടനെ പോലെ തന്നെയുള്ള വേറൊരു മണിച്ചേട്ടനുണ്ട്, മണികണ്ഠൻ പെരുമ്പടപ്പ്. അദ്ദേഹത്തിൻ്റെ എന്തിനാടി പൂങ്കുടിയെ എന്ന ഗാനമാണ് ഞാനിവിടെ പാടുന്നത്. എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത്, ഇപ്പ വരും പൊന്നും പൊടിയേ. എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത്, ഇപ്പ വരും പൊന്നും പൊടിയേ. 4 കുപ്പി കള്ളുമോന്തി 4 അണക്കി ചക്കരയും അപ്പനിപ്പോ വാങ്ങി വരും
പൊന്നും പൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത് ഇപ്പ വരും പൊന്നും പൊടിയേ മുല്ലമുട്ടും കാതിലുക്കും കല്ലുവച്ച മുക്കുത്തിയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ എന്റുണ്ണിക്ക് മീമി കൂട്ടി മാമു വാരി തന്നില്ലേന്ന് അപ്പം വന്ന ചോദിക്കില്ലേ പൊന്നും പൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത് ഇപ്പ വരും പൊന്നും പൊടിയേ. ഇതോടുകൂടി എൻ്റെ ഈ എളിയ പെർഫോമൻസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.